Let's start learning English. ഹലോ മക്കളെ, ഇന്ന് ടീച്ചർക്ക് ഭയങ്കര എനർജിയാണ്. സംഭവം ടീച്ചർ തന്ന വാക്ക് ഇന്ന് ടീച്ചർ പൂർത്തീകരിക്കാൻ പോവാണ്. 50 ഡേയ്സ് 500-ൽ കൂടുതൽ വാക്കുകൾ. എൻ്റെ കണക്ക് പ്രകാരം 2000 കടന്നു വാക്കുകൾ. എന്നാലും 500-ൽ പരം എന്ന് തന്നെ അതിനെയും പറയാലോ. ഓക്കെ, അപ്പം എല്ലാവരും ആദ്യത്തെ അറ്റൻഡൻസ് ഇട്ടോളൂ. ഇന്ന് നമ്മൾ കുറച്ച് വാക്കുകൾ, അതായത് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന 1-2 വാക്കുകളും പിന്നെ 49-ാമത്തെ ക്ലാസ്സിൽ ടീച്ചർ വിട്ടുപോയ 2 വാക്കുകളും, അത് രണ്ടും ഇതിൽ ചേർക്കുന്നു. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെയുള്ള ചടങ്ങ് എന്താണ്? ഇതുവരെ പഠിച്ച എല്ലാ വാക്കുകളും ഒന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ, ലൂസ് നഷ്ടപ്പെടുക, വിൻ നേടുക, വിജയിക്കുക, പേ അടച്ചു തീർക്കുക, ലീവ് ഒഴിഞ്ഞു പോവുക, ബ്രേക്ക് തകർക്കുക, പൊട്ടിക്കുക, ബൈറ്റ് കടിക്കുക, ആൻസർ ഉത്തരം നൽകുക, മറുപടി പറയുക, ക്വസ്റ്റ്യൻ ചോദ്യം ചെയ്യുക, ചോദിക്കുക, സേവ് സൂക്ഷിക്കുക, രക്ഷിക്കുക, എൻറ്റർ പ്രവേശിക്കുക, ബോറോ കടം വാങ്ങുക, ക്യാച്ച് പിടിക്കുക, ത്രോ എറിയുക, റിസീവ് സ്വീകരിക്കുക, സെൻഡ് അയയ്ക്കുക, ക്ലോസ് അടയ്ക്കുക, ഓപ്പൺ തുറക്കുക, ലാഫ് ചിരിക്കുക, കോൾ വിളിക്കുക, റീച്ച് എത്തിച്ചേരുക, എത്തിപ്പിടിക്കുക, തിങ്ക് ചിന്തിക്കുക, ബിൽഡ് നിർമ്മിക്കുക, ഹോൾഡ് പിടിക്കുക, ലുക്ക് നോക്കുക, സേ പറയുക, ടെൽ പറയുക, ടോക്ക് സംസാരിക്കുക, സ്പീക്ക് സംസാരിക്കുക, മോപ്പ് തുടയ്ക്കുക, സ്വീപ്പ് അടിച്ചു വാരുക, ഡസ്റ്റ് പൊടി തട്ടുക, ടൈഡി അടുക്കി വയ്ക്കുക, ക്ലീൻ വൃത്തിയാക്കുക, അഴുക്കകറ്റുക, ഡ്രൈ ഉണക്കുക, ഉണങ്ങുക, ക്രൈ കരയുക, ഫ്രൈ പൊരിക്കുക, ട്രൈ ശ്രമിക്കുക, പുൽ വലിക്കുക, പുഷ് തള്ളുക, അഡ്വൈസ് ഉപദേശിക്കുക, സ്പെൻഡ് ചെലവാക്കുക, സെൽ വിൽക്കുക, റൈസ് ഉയരുക, ഉദിക്കുക, ലെൻഡ് കടം നൽകുക, ലീഡ് നയിക്കുക, നോ അറിയുക, കീപ് വയ്ക്കുക, ലിസൺ ശ്രദ്ധിച്ചു കേൾക്കുക, ഹിയർ കേൾക്കുക, ഗിവ് നൽകുക, ഫ്രീസ് തണുത്തുറയ്ക്കുക, ഫൈൻഡ് കണ്ടെത്തുക, ഫൈറ്റ് വഴക്കിടുക, ഫീൽ തോന്നുക, ഫോൾ വീഴുക, ഫർഗിവ് പൊറുക്കുക, ഫർഗെറ്റ് മറക്കുക, ഡു ചെയ്യുക, ദിഗ് കുഴിക്കുക, ബിക്കം ആയിത്തീരുക, ബിഗിൻ തുടങ്ങുക, ബൈ വാങ്ങുക, ബ്രിങ് കൊണ്ടുവരിക, ടീച്ച് പഠിപ്പിക്കുക, മേക്ക് ഉണ്ടാക്കുക, പ്രിപ്പയർ തയ്യാറാവുക, തയ്യാറാക്കുക, കിക്ക് തൊഴിക്കുക, ഹിറ്റ് ഇടിക്കുക, ബീറ്റ് അടിക്കുക, തോൽപ്പിക്കുക, കോം ചീകുക, ഗ്രോ വളരുക, വളർത്തുക, വാച്ച് വീക്ഷിക്കുക, കാണുക, സീ കാണുക, ടേക്ക് എടുക്കുക, പുട്ട് ഇടുക, വേ ധരിക്കുക, ഡ്രോ വരയ്ക്കുക, പ്രേ പ്രാർത്ഥിക്കുക, സിംഗ് പാടുക, ഡാൻസ് നൃത്തം ചെയ്യുക, സ്ലീപ്പ് ഉറങ്ങുക, സ്റ്റാൻഡ് നിൽക്കുക, ലേൺ പഠിക്കുക, റൈറ്റ് എഴുതുക, കട്ട് മുറിക്കുക, കുക്ക് പാചകം ചെയ്യുക, ടേർ കീറുക, സ്വിം നീന്തുക, ഫ്ലൈ പറക്കുക, ക്ലൈം കയറുക, കം വരിക, ഗോ പോകുക, വാക്ക് നടക്കുക, സിറ്റ് ഇരിക്കുക, പ്ലേ കളിക്കുക, വാഷ് കഴുകുക, ഡ്രിങ്ക് കുടിക്കുക, റീഡ് വായിക്കുക, ബ്രഷ് പല്ല് തേക്കുക, ഈറ്റ് തിന്നുക, ജംപ് ചാടുക, റൺ ഓടുക. ഇതൊക്കെ നിങ്ങൾക്ക് വളരെ പരിചിതമായ വാക്കുകളാണ് അവസാനം ടീച്ചർ വായിച്ചത്. ആദ്യം വായിച്ചതാണ് നമ്മൾ അവസാനം പഠിച്ചത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഭാഗങ്ങൾ കുറച്ചുകൂടെ പ്രാക്ടീസ് വേണ്ടിയിരിക്കുന്നു. ഓക്കെ, പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ 50 ക്ലാസ്സസ് കഴിഞ്ഞു. അതോടുകൂടി ഞാൻ ആ വാക്കുകളിലൊക്കെ പുലിയായി നിന്ന് തെറ്റിദ്ധരിച്ചേക്കരുത്. എത്ര പഠിച്ചോ അത് വീണ്ടും വീണ്ടും എത്രത്തോളം നമ്മൾ ഉപയോഗിക്കുന്നോ, എത്രത്തോളം അത് നമ്മുടെ ഉപയോഗത്തിൽ കൊണ്ടുവരുന്നോ
എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യും. ആ വാക്കുകൾ നിങ്ങൾക്ക് നിങ്ങൾ ജീവിതത്തിൽ ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിക്കുന്ന അത്രയും കാലം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കണമെങ്കിൽ. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ പരമാവധി അത് ഉപയോഗത്തിൽ കൊണ്ടുവരിക. ഉപയോഗത്തിൽ കൊണ്ടുവരാൻ പറ്റുന്നില്ലെങ്കിൽ അതത് വാക്കുകൾ സമയം കിട്ടുമ്പോൾ ഈ 50 വീഡിയോസ് ഇവിടെ തന്നെ കാണും. നിങ്ങൾക്ക് ഇടയ്ക്കിടെ വെറുതെ ആ വീഡിയോസ് ഓൺ ചെയ്ത് വെച്ച് കേൾക്കുക. കേൾക്കുന്നതോടൊപ്പം തന്നെ പറയാൻ ശ്രമിക്കുക. അപ്പോഴെന്തുണ്ടാവുന്നു? ആ വാക്കുകളുടെ ഉപയോഗം വരുന്നു. നിങ്ങൾ ആദ്യം ഉപയോഗിക്കുന്നത് പോലെ ആയിരിക്കില്ല, അല്ലെങ്കിൽ ആദ്യം വായിക്കുന്നത് പോലെ ആയിരിക്കില്ല നിങ്ങളൊരു 10ാമത്തെ തവണ ഒരു സെൻറ്റൻസ് വായിക്കുന്നത്. അതിൽ വ്യത്യാസം കാണും. അതുപോലെ തന്നെ നിങ്ങൾ ഓരോ ദിവസം കഴിയും തോറും നിങ്ങളുടെ ബ്രെയിൻ ഡെവലപ്പ് ആയിക്കൊണ്ട് വരികയാണ്. അപ്പോൾ നിങ്ങൾ ഓരോ തവണ നിങ്ങൾ ആ സെൻറ്റൻസ് വായിക്കുമ്പോഴും അത് വ്യത്യസ്തമായ രീതിയിലാണ് നിങ്ങൾ പഠിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആവർത്തിച്ച് വായിക്കുക. എനിക്ക് അത്രയേ പറയാനുള്ളൂ. വീഡിയോ നിങ്ങൾക്ക് നോക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, കാണാൻ സാധിക്കുന്നില്ല, നോക്കുകയല്ല, വീഡിയോ കാണുക. ഓക്കെ, വീഡിയോ കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങളുടെ നോട്ട് പുസ്തകം തുറന്നു വെച്ച് അതൊക്കെ വായിക്കുക. സമയം കിട്ടുമ്പോൾ 1-2 പേജസ് ഇങ്ങനെ വായിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെ ഒരു ദിവസം തന്നെ മുഴുവൻ റിവൈസ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് 1-2 പേജസ് ഒരു ദിവസം വെച്ച് ഇങ്ങനെ വീണ്ടും 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 വായിക്കുക. അത് തന്നെയാണ് വലിയ ഉപയോഗിക്കുന്നതിൻ്റെ പരിശീലനം എന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ സംസാരിക്കാൻ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ഇത്തരം വാക്കുകളൊക്കെ ഉപയോഗിക്കുക, അർത്ഥം അറിഞ്ഞ് ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ 2ാമത്തെ അറ്റൻഡൻസ് ഇട്ടോളൂ. പഠിച്ചു കഴിഞ്ഞ ആക്ഷൻ വേർഡ്സിനൊപ്പം ടീച്ചർ പറയാത്ത കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കുറച്ച് ആക്ഷൻ വേർഡ്സ് ആണിത്. ഷിവർ, ട്രെമ്പിൾ, യോൺ, ബപ്പ്, hiccup, breathe, snow, cough, sneeze, spit, vomit, sweat, urinate, defecate, fart. ഇതൊക്കെയും നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്ഷൻ വേർഡ്സ് ആയിരുന്നു. ഇതൊക്കെ ചിലതൊക്കെ നിങ്ങൾക്ക് അറിയാം, ചിലത് നിങ്ങൾക്ക് പുതിയതായിട്ട് കേൾക്കുന്നതാവാം. കേട്ടിട്ടുണ്ടാവാം, പക്ഷെ അർത്ഥം. ഓക്കെ, അതുപോലെ തന്നെ ഷിവർ, ട്രെമ്പിൾ, ഈ 2 വാക്കിൻ്റെയും അർത്ഥവ്യത്യാസം ഇത് മനസ്സിലാക്കുക. ഓക്കെ, ഈ കൂട്ടത്തിൽ പെടുന്നത് തന്നെ. പക്ഷേ ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ ഉൾപ്പെടുത്താൻ മറന്നുപോയത്, പക്ഷെ ആരും ടീച്ചറിനെ ഓർമ്മിപ്പിച്ചില്ല കേട്ടോ. ടീച്ചർ സ്വയം ഓർത്തെടുത്തതാണ്. അങ്ങനെയുള്ള 2 വാക്കുകൾ ഈ ക്ലാസ്സിൽ ടീച്ചർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ മക്കളെ? അപ്പം നമുക്ക് പുതിയ വാക്കിലേക്ക് പോകാം. അതിന് മുൻപായി ഒന്നുകൂടി ഒന്ന് അറ്റൻഡൻസ് ഇട്ടോളൂ. കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ ഉൾപ്പെടുത്തേണ്ടിയിരുന്ന ഒരു വാക്കാണ് swallow. swallow, 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 വിഴുങ്ങുക. പലപ്പോഴും തിന്നുക എന്ന വാക്കിനൊപ്പം തന്നെ നമ്മൾ പരിഗണിക്കുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്ന, ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് swallow. എന്താണ് ഈ swallow? അതിനാണ് ടീച്ചർ ആ 2 ചിത്രങ്ങൾ വച്ചത്. നമ്മൾ തിന്നുക എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുക എന്നാണ് അർത്ഥം. അതിൽ swallow എന്ന് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ വായിൽ നിന്നും നമ്മുടെ വയറ്റിലേക്ക് ഭക്ഷ്യവസ്തുക്കൾ എത്തുന്ന ആ ഒരു സംഗതിയെ, ആ ഒരു പ്രവൃത്തിയെ അല്ലെങ്കിൽ ആ ഒരു പ്രവർത്തനത്തെയാണ് swallow എന്ന് പറയുന്നത്. വിഴുങ്ങുക. ഓക്കെ, നമ്മുടെ വായിൽ നിന്നും നമ്മുടെ വയറ്റിലേക്ക് എത്തുന്ന ആ ഒരു ഇടയിലുള്ള ആ ഒരു ട്രാക്കിലൂടെയുള്ള നമ്മുടെ ഭക്ഷണത്തിൻ്റെ യാത്രയെയാണ് നമ്മൾ വിഴുങ്ങുക എന്ന് പറയുന്നത്. swallow, swallow. സ്പെല്ലിങ്ങിൽ SWALLOW ആണെങ്കിലും നമ്മൾ ഉച്ചരിക്കുന്ന സമയത്ത് സ്വ എന്നല്ല പറയുക, സ്വോ എന്നാണ് പറയുക. സ്വോ, ഓ പറയുന്നത് പോലെയാണ് പറയുക. സ്വോ. പിന്നെ ലോ, സ്വോ ലോ, swallow, swallow, swallow. ഓക്കെ, swallow പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. swallow, 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 swallow. ഓക്കെ, വിഴുങ്ങുക. swallow. ഓക്കെ, swallow, swallow, വിഴുങ്ങുക. swallow. മനസ്സിലായല്ലോ എന്താണ് വിഴുങ്ങുക എന്നുള്ളത്? swallow, low, swallow. സ്വാ അല്ല, swallow അല്ല, swallow. ഓക്കെ, swallow, swallow. സ്പെല്ലിംഗ് എ ആണെങ്കിലും ഓ ആണ് ഉച്ചാരണത്തിൽ വരുന്നുള്ളത്. ഓക്കെ, swallow, swallow.
ഇനി ആരും എനിക്ക് മെസ്സേജ് അയക്കരുത് ടീച്ചറെ എന്തുകൊണ്ടാണ് എക്ക് പകരം ഓ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇംഗ്ലീഷിൽ പല വാക്കുകളും അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇംഗ്ലീഷിലുള്ള വാക്കുകളെ റെഗുലർ വേർഡ്സും ഇറെഗുലർ വേർഡ്സുമായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, ഈ റെഗുലർ വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷിൽ തന്നെ പറയുന്ന പല റൂൾസും ഫോളോ ചെയ്തുകൊണ്ട് നമ്മൾ ഉച്ചരിക്കുന്ന വാക്കുകളാണ്. ഇറെഗുലർ എന്ന് പറയുന്നത് അതല്ല, അതൊന്നും ഫോളോ ചെയ്യാതെ നമ്മൾ കണ്ട് ഇതെങ്ങനെയാണ് വായിക്കുക. ഇപ്പം നമ്മളൊരു ആനയെ കണ്ട ഇത് ആനയാണ് എന്ന് പഠിക്കുന്നത് പോലെയാണ് പല ഇംഗ്ലീഷ് വേർഡ്സും. അതുപോലെ കരുതി പഠിച്ചാൽ മതി കേട്ടോ, അല്ലാതെ ഇതിൻ്റെ റൂൾസ് ഒന്നും എല്ലാത്തിനൊന്നും ആപ്ലിക്കബിൾ അല്ല. ഓക്കെ, ദിസ് ഇസ് swallow, swallow. ഓക്കെ, swallow വിഴുങ്ങുക, swallow വിഴുങ്ങുക. ഇനി നമുക്ക് swallow എന്ന് പറഞ്ഞ വാക്കിന്റെ V1, V2, V3, V4 എങ്ങനെയാണ് ഉച്ചരിക്കുക എന്ന് നോക്കാം. ഓക്കെ, swallow, swallowed, swallowed, swallowing, swallows. ഓക്കെ, swallowing മാത്രം ലോയിങ് എന്നുള്ളത് ഒരുമിച്ച് സ്പീഡിൽ പറഞ്ഞു പോകുന്നുണ്ട്, അത്ര കനവില്ലാതെ. ബാക്കിയൊക്കെ നമ്മൾ കുറച്ച് അറിഞ്ഞു ഉച്ചരിക്കണം. ഓക്കെ, swallow, swallowed, swallowed, swallowing, swallows, swallow, swallowed, swallowed, swallowing, swallows. ഓക്കെ അല്ലേ മക്കളെ? swallow, swallowed, swallowed, swallowing, swallows, swallow, swallowed, swallowed, swallowing, swallows, swallow, swallowed, swallowed, swallowing, swallows. ഞാൻ ഈ 10-20 തവണ പറയുന്നത് നിങ്ങളത് കേട്ട് അതുപോലെ തന്നെ ഉച്ചരിക്കാൻ ശ്രമിക്കാനാണ്. swallow, swallowed, swallowed, swallowing, swallowing, swallows, swallows. Okay, swallow, swallowed, swallowed, swallowing, swallows. Okay, നമുക്കിനി swallow എന്ന വാക്ക് സെന്റൻസസിലോട്ടിടാം. ഓക്കെ, ബേർഡ്സ് swallow worms whole. Birds swallow worms whole. Birds swallow worms whole. പക്ഷികൾ പുഴുക്കളെ മുഴുവനായി വിഴുങ്ങുന്നു. വിഴുങ്ങാറുണ്ട്, അത് അവരുടെ ശീലമാണ്. ഓക്കെ, ബേർഡ്സ് swallow worms whole. Birds swallow worms whole. പക്ഷികൾ പുഴുക്കളെ മുഴുവനായി വിഴുങ്ങാറുണ്ട്, അതങ്ങനെയാണ് അതിൻ്റെ രീതി. ഓക്കെ, she swallowed the medicine quickly. She swallowed the medicine quickly. She swallowed the medicine quickly. അവൾ മരുന്ന് വേഗത്തിൽ വിഴുങ്ങി. swallowed, swallowed. Okay, വിഴുങ്ങി, swallowed. Okay, she swallowed the medicine quickly. She swallowed the medicine quickly. The food had been swallowed before I could taste it. The food had been swallowed before I could taste it. The food had been swallowed before I could taste it. എനിക്ക് രുചിച്ചു നോക്കാൻ കഴിയുന്നതിനു മുൻപ് ഭക്ഷണം വിഴുങ്ങിക്കഴിഞ്ഞിരുന്നു. എനിക്ക് രുചിച്ചു നോക്കാൻ കഴിയുന്നതിനു മുൻപ് ഭക്ഷണം വിഴുങ്ങിക്കഴിഞ്ഞിരുന്നു. The food had been swallowed before I could taste it. The food had been swallowed before I could taste it.
Okay? He is swallowing his pride to apologize. He is swallowing his pride to apologize. 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 He is swallowing his pride to apologize. He is swallowing his pride to apologize. ക്ഷമ ചോദിക്കാൻ അവൻ തൻ്റെ അഭിമാനം വിഴുങ്ങുകയാണ്. ക്ഷമ ചോദിക്കാൻ അവൻ തൻ്റെ അഭിമാനം വിഴുങ്ങുകയാണ്. അപ്പോൾ ഇവിടെ വിഴുങ്ങുക എന്ന് പറയുന്നത് എന്താണ്? അതൊരു നമ്മൾ ഉപമ പോലെ, അല്ലെങ്കിൽ നമ്മൾ ഒന്നിന് പകരം മറ്റൊരു രീതിയിൽ പറയുന്നേ ഉള്ളൂ. അതായത് അഭിമാനം വിഴുങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ക്ഷമ പറയുന്നതോടുകൂടി അയാളുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കും എന്ന് അയാൾ വിശ്വസിക്കുന്നു. അപ്പോൾ എന്നിട്ടും അയാൾ അഭിമാനത്തിന് ക്ഷതമേൽക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ അയാൾ ക്ഷമ ചോദിക്കുകയാണ്. അപ്പം അയാൾ എന്ത് ചെയ്യും? അഭിമാനത്തെ വിഴുങ്ങുന്നു എന്ന് പറയുന്നത് അതൊരു പ്രത്യേക പ്രയോഗമാണ്. ഓക്കെ, അതായത് അഭിമാനം വിഴുങ്ങിക്കൊണ്ടാണ് അയാൾ ക്ഷമ ചോദിച്ചത്, അല്ലെങ്കിൽ നാണക്കേട് വിഴുങ്ങിക്കൊണ്ടാണ് അവൻ കടം ചോദിച്ചത്, അങ്ങനെയൊക്കെ പറയും. ഓക്കെ, അതായത് നമ്മൾ അതുണ്ട്, പക്ഷെ അതിനെ പരിഗണിക്കാതെ, അതിനെ മറന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ അതിന് നേർ വിപരീതമായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നു. അതാണ് ഇവിടെ അഭിമാനത്തിന് ക്ഷതമേൽക്കും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അയാൾ അപ്പോളജൈസ് ചെയ്യുന്നു. ഓക്കെ, apologize. Okay, he is swallowing his pride to apologize. Okay, my dog swallows his food without chewing. 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 എൻ്റെ നായ ഭക്ഷണം ചവയ്ക്കാതെ വിഴുങ്ങുന്നു. വിഴുങ്ങുന്നയാളാണ്, വിഴുങ്ങാറുണ്ട്, വിഴുങ്ങും. എൻ്റെ നായ ഭക്ഷണം ചവയ്ക്കാതെ വിഴുങ്ങുന്നു, വിഴുങ്ങാറുണ്ട്, അങ്ങനെയൊക്കെ പറയാം. ഓക്കെ, അതെൻ്റെ നായയുടെ ശീലമാണ്. My dog swallows his food without chewing. My dog swallows his food without chewing. ഓക്കെ അല്ലേ മക്കളെ? ഇനി എന്ത് ചെയ്യാം? ടീച്ചർ ഓരോ സെന്റൻസും ഒരു 3 തവണ വായിക്കാം. ടീച്ചറുടെ കൂടെ തന്നെ വായിക്കണം. ഓക്കെ, ബേർഡ്സ് swallow worms whole. Birds swallow worms whole. Birds swallow worms whole. She swallowed the medicine quickly. She swallowed the medicine quickly. She swallowed the medicine quickly. The food had been swallowed before I could taste it. The food had been swallowed before I could taste it. The food had been swallowed before I could taste it. He is swallowing his pride to apologize. 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 My dog swallows his food without chewing. My dog swallows his food without chewing. My dog swallows his food without chewing. My dog swallows
his food without chewing. ഓക്കെ അല്ലേ മക്കളെ? എന്ത് ചെയ്യാം? swallow എന്ന വാക്കിന്റെ V1, V2, V3, V4, V5 ഫോം ഇവിടെ കോമന്റ് ചെയ്യാം. ഓക്കെ അല്ലേ? അടുത്തതായി ടീച്ചർക്ക് മിസ്സായ വാക്കാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഉൾപ്പെടുത്തേണ്ടിയിരുന്നതായിരുന്നു, മിസ്സായതാണ് ബ്ലിങ്ക്. ബ്ലിങ്ക് അത് ഉച്ചരിക്കുക. ബ്ലിങ് എന്ന് പറഞ്ഞിട്ട് ക്ക് എന്ന് പറയുക. ബ്ലിങ്, ബ്ലിങ്, ബ്ലിങ് എന്ന് പറയില്ലേ? ആ ബ്ലിങ് എന്ന് പറഞ്ഞതിന് ശേഷം കെ. ഓക്കെ, അപ്പൊ ബ്ലിങ് എന്നൊന്നും പറയരുത്, അത് ഉച്ചരിക്കുക ബ്ലിങ്ക്, ബ്ലിങ്ക്, ബ്ലിങ്ക്. ഓക്കെ, ബ്ലിങ്ക്, BLINK, ബ്ലിങ്ക്, BLINK, ബ്ലിങ്ക്. ഈ ബ്ലിങ്ക് എന്ന് പറയുന്നതും വിങ്ക് എന്ന് പറയുന്ന വാക്കും തമ്മിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട്. ഈ ബ്ലിങ്ക് എന്ന് പറയുന്നത് ഇൻവോളണ്ടറി ആണ്. ഇൻവോളണ്ടറി, വോളണ്ടറി, ഇത് രണ്ട് തരം പ്രവർത്തനങ്ങളാണ്. ഇൻവോളണ്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ താല്പര്യത്തോടു കൂടി നമ്മൾ മനഃപൂർവ്വം നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യമാണ് വോളണ്ടറി. ഓക്കെ, വോളണ്ടറി. ഇൻവോളണ്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് സംഭവിക്കുന്നതാണ്. അപ്പൊ കണ്ണ് ചിമ്മുക എന്നുള്ളതാണ് ഈ ബ്ലിങ്ക്. അവിടെ ടീച്ചർ ചിത്രം ചേർത്തിട്ടുണ്ട്, കണ്ടോ? രണ്ട് കണ്ണുകളും അടയ്ക്കും, അതാണ് ബ്ലിങ്ക്. പക്ഷെ ചിലവര് അസുഖം കാരണം ചിലര് ഒരു കണ്ണ് മാത്രമായിട്ട് അടക്കുന്ന, അതായത് വിറ്റാമിൻ A ഡെഫിഷ്യൻസി ഉള്ള പലർക്കും ഈ കണ്ണിറുക്കുന്ന, ഈ കണ്ണ് ചിമ്മുന്ന ഒരു അസുഖമുണ്ട്. അസുഖമല്ല, അതായത് ഡെഫിഷ്യൻസി ആയിട്ട് വരുന്ന ഒരു ഡിഫക്റ്റ് ആണത്. അതായത് കണ്ണ് ചിമ്മും, അത് അവരറിയാതെ തന്നെ ചെയ്യുന്നതാണ്. അങ്ങനെയുള്ള അസുഖമുള്ളവർക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡെഫിഷ്യൻസി ഉള്ളവർക്ക് ഒരു കണ്ണും രണ്ട് കണ്ണും ഒക്കെ ചിമ്മും. അല്ലാതെ നമ്മൾ ചെയ്യുന്നതാണ്, ഇപ്പൊ എന്തെങ്കിലും കണ്ണിലേക്ക് എന്തെങ്കിലും വസ്തുക്കൾ തെറിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഞെട്ടുമ്പോഴൊക്കെ എന്ത് ചെയ്യും? കണ്ണ് രണ്ടിങ്ങനെ അടയ്ക്കും. അതാണ് ബ്ലിങ്ക്, 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 ബ്ലിങ്ക്. ഓക്കെ, BLINK, ബ്ലിങ്ക്. ഇത് ഇൻവോളണ്ടറി ആണ്, ഞാൻ പറഞ്ഞല്ലോ, അറിയാതെ സംഭവിക്കുന്നതാണ്. ബ്ലിങ്ക്, ബ്ലിങ്ക്. ഓക്കെ, ബ്ലിങ്ക്. ഈ ബ്ലിങ്ക് എന്ന വാക്കിന്റെ V1, V2, V3, V4, V5 ഫോംസ് ഒക്കെ നമുക്ക് നോക്കാം. ബ്ലിങ്ക്, ബ്ലിങ്ക്ഡ്. സ്പെല്ലിംഗ് എങ്ങനെയാണ്? BLINKED എന്നാണ്, പക്ഷെ നമ്മൾ ഉച്ചരിക്കുക ട് എന്നാണ്. ബ്ലിങ്ക്ഡ്, 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 ബ്ലിങ്ക്ഡ്. ഓക്കെ, ബ്ലിങ്ക്, ബ്ലിങ്ക്ഡ്, ബ്ലിങ്ക്ഡ്, ബ്ലിങ്കിങ്, 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 ബ്ലിങ്ക്സ്. blink, blinked, blinked, blinking, blinks. V1 form base form blink, V2 form past form blinked, V3 form past participle form blinked, V4 form present participle form blinking, V5 form third person singular present form blinks. Blink, blinked, blinked, blinking, blinks. Blink, blinked, blinked, blinking, blinks. Okay? ഇനി എന്ത് ചെയ്യാം? ബ്ലിങ്ക് എന്ന വാക്കിന്റെ V1, V2, V3, V4, V5 ഫോംസ് ഇവിടെ കോമന്റ് ചെയ്യാം. ബ്ലിങ്ക്, ബ്ലിങ്ക്ഡ്, ബ്ലിങ്ക്ഡ്, ബ്ലിങ്കിങ്, ബ്ലിങ്ക്സ്. ബ്ലിങ്ക്, ബ്ലിങ്ക്ഡ്, ബ്ലിങ്ക്ഡ്, ബ്ലിങ്കിങ്, ബ്ലിങ്ക്സ്. ഓക്കെ, ബ്ലിങ്കിന്റെ കാര്യത്തിന് ടീച്ചർ പറഞ്ഞു, അതെന്താണ്? കണ്ണ് ചിമ്മുക. അതെന്താണ്? മനഃപൂർവ്വം നമ്മൾ ചെയ്യുന്നതല്ല. ഓക്കെ, അത് എന്താണ്? തനിയെ നമ്മൾ ചെയ്തു പോകുന്നതാണ്. നേരെ മറിച്ച് വിങ്ക്, WINK, WINK, വിങ്ക്. അതിലും ബ്ലിങ്ക് പറയുന്നത് പോലെ തന്നെ വിങ് എന്ന് പറഞ്ഞിട്ട് ക്ക്, വിങ്ക്. ഓക്കെ, വിങ്ക്. അതെന്താണ്? അങ്ങനെയല്ല, കണ്ണിറുക്കുക. നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നതാണ്, നമ്മൾ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നതാണ്. ഓക്കെ, രണ്ട് കണ്ണും നമ്മൾ അങ്ങനെ മനഃപൂർവ്വം ഇറുക്കുന്നുണ്ടെങ്കിൽ വിങ്ക് എന്ന് പറയാം. ഓക്കെ, പക്ഷെ നോർമലി അത് ഒരു കണ്ണടക്കുന്നതിനെയാണ് നമ്മൾ വിങ്ക് എന്ന് യൂസ് ചെയ്യുക. ഓക്കെ, പക്ഷെ രണ്ട് കണ്ണടക്കുന്നതും എന്താണ്? വിങ്ക് തന്നെയാണ്, നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നതാണെങ്കിൽ. അതെന്താണ്? നമ്മളൊരു സിഗ്നൽ കൊടുക്കുകയാണ്, അല്ലേ? നമ്മൾ സിഗ്നൽ കൊടുക്കുകയാണ്. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ജോക്ക് പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കൺവേ ചെയ്യാണ്, നമ്മളെ കണ്ണിലൂടെ നമ്മൾ മെസ്സേജ് കൺവേ ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു രീതിയാണെന്ന് ഈ വിങ്ക്. വിങ്ക്, കണ്ണിറുക്കുക.
കണ്ണിറുക്കുക. ആ ചിത്രത്തിൽ നോക്കൂ, സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം അല്ലേ? 3 കാര്യങ്ങൾ ടീച്ചർ വെച്ചു. അതിൽ ആ നടുവിലായിട്ട് കാണുന്നതിൽ കണ്ടോ, കണ്ണിറുക്കുകയാണ്. ഓക്കെ, വിങ്ക്, WINK, വിങ്ക്, വിങ്ക്, വിങ്ക്. ഓക്കെ, ബ്ലിങ്ക്, വിങ്ക്. ഈ 2 കാര്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. വിങ്ക് നമ്മൾ സ്വയം ചെയ്യുന്നതാണ്, ബ്ലിങ്ക് അത് തനിയെ സംഭവിക്കുന്നതാണ്. ഓക്കെ, ബ്ലിങ്ക്, വിങ്ക്. ഓക്കെ, വിങ്ക്, winked, winked, winking, winks. Wink, winked, winked, winking, winks. നമ്മൾ ബ്ലിങ്ക് പറയുന്നത് പോലെ തന്നെയാണ് V1, V2, V3, V4, V5 ഫോംസ് ഓഫ് വിങ്ക്. ഓക്കെ, WINK, വിങ്ക്, WINKED, വിങ്ക്ഡ്. അവിടെ ED വെച്ച് അവസാനിക്കുന്നതാണെങ്കിലും നമ്മൾ ഉച്ചരിക്കുക ട് എന്നാണ്, വിങ്ക്ഡ്, വിങ്ക്ഡ്. ഓക്കെ, winking, wings, wink, winked, winked, winking, wings. എന്ത് ചെയ്യാം? കോമന്റ് ചെയ്യാം. V1, V2, V3, V4, V5 ഫോംസ് ഓഫ് wink. Wink, winked, winked, winking, wings. Wink, winked, winked, winking, wings. Wink, winked, winked, winking, wings. V1 form base form wink, V2 form past form winked, V3 form past participle form winked, V4 form present participle form winking, V5 form third person singular present form winks. Okay അല്ലേ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന 3 വാക്കുകളാണ് പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്. ഓക്കെ, അതിൽ ആദ്യത്തെ വാക്കാണ് ഷൗട്ട്. ഷൗട്ട്, ആക്രോശിക്കുക. ഷൗട്ട്, ആക്രോശിക്കുക, ഉച്ചത്തിൽ വിളിക്കുക. ഷൗട്ട്, ആക്രോശിക്കുക, ഉച്ചത്തിൽ വിളിക്കുക. എപ്പോഴാണ് ഈ ഷൗട്ട് എന്നുള്ള പ്രയോഗം അല്ലെങ്കിൽ വാക്ക് നമ്മൾ ഉപയോഗിക്കുക? അതൊരു തരം സംസാര രീതിയാണ്. നമ്മൾ സംസാരിക്കുന്ന ഒരു രീതിയാണ് ശരിക്കും ഷൗട്ട്. നമ്മൾ എന്തെങ്കിലും പറയുന്നുണ്ടാകും. ഓക്കെ, സ്പീക്ക്, നമ്മുടെ ആശയം നമ്മൾ മുന്നോട്ട് വെക്കാൻ വേണ്ടി വളരെ ഉച്ചത്തിൽ സംസാരിക്കുന്ന രീതിയാണ് ഷൗട്ട്. നമ്മൾ നോർമലി ആശയം മുന്നോട്ട് വെക്കാൻ സാധാരണ രീതിയിലും സംസാരിക്കാം. പക്ഷെ ചില ഘട്ടങ്ങളിൽ, ചില സമയങ്ങളിൽ ഭയങ്കര ബഹളം വെക്കുവാണ്, ഭയങ്കരത്തിലുള്ള ബഹളം നടക്കുവാണ്, അല്ലെങ്കിൽ കുറച്ച് ദൂരേക്ക് നമുക്ക് കേൾപ്പിക്കണം. നമ്മൾ തൊട്ടടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് മാത്രമല്ല, കുറേ ദൂരത്തേക്കും കൂടി നമുക്ക് നമ്മുടെ ആശയം വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് വെക്കണം എന്നുള്ള സമയത്ത് പലപ്പോഴും എക്സൈറ്റ്മെന്റ് അല്ലെങ്കിൽ നമ്മൾ ദേഷ്യത്തിൽ ഒക്കെ നമ്മൾ സംസാരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ഈ ഷൗട്ട്. ഓക്കെ, നമ്മൾ ഒരു ബഹളം നടക്കുവാണ്, അതിന്റെ ശബ്ദത്തിന്റെ മുകളിൽ നമുക്ക് സംസാരിക്കണം, അല്ലെങ്കിൽ എന്നാൽ കുറെ ദൂരത്തേക്ക് വരെ നമ്മുടെ ശബ്ദം, നമ്മുടെ സംസാരം നമുക്ക് എത്തിക്കണം. ഓക്കെ, നമ്മൾ ഒരു എക്സൈറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യമാവാം, അല്ലെങ്കിൽ നമ്മളൊരു ഭയങ്കര എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നമ്മൾ ഉച്ചത്തിൽ സംസാരിക്കുന്ന രീതി, നമ്മൾ ഏതെങ്കിലും അങ്ങനെ ഒരു അവസരം നമ്മൾ നമ്മുടെ മുന്നിലുള്ള വ്യക്തിയെ നമ്മുടെ ആശയം അറിയിച്ചേ മതിയാകൂ. എന്ത് വിധേനയും നമ്മുടെ ആശയം അയാൾ കേട്ടേ മതിയാകൂ, അല്ലെങ്കിൽ നമ്മുടെ മുന്നിലുള്ള വ്യക്തികൾ കേട്ടേ മതിയാകൂ എന്നുള്ള അവസരത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ഷൗട്ട്. ഉച്ചത്തിൽ വിളിക്കുക, ഉച്ചത്തിൽ സംസാരിക്കുക, ആക്രോശിക്കുക എന്ന് പറയും. അതിലൂടെ നമ്മൾ ഉറപ്പാക്കുന്നത് ഞാൻ പറയുന്ന മറ്റേ ആൾ കേട്ടിട്ടുണ്ട്, എൻ്റെ ആശയം ഞാൻ അയാളോട് വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് എനിക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്നു. ഓക്കെ, അതാണ് ഷൗട്ട്. ഓക്കെ, ആക്രോശിക്കുക, ഉച്ചത്തിൽ സംസാരിക്കുക അല്ലെങ്കിൽ ഉച്ചത്തിൽ വിളിക്കുക. അത് നമ്മൾ ദേഷ്യത്തിലാവാം, എക്സൈറ്റ്മെന്റിലൊക്കെ ആവാം, നമ്മളത് ഉറക്കെ പറയും. ഓക്കെ, അതാണ് ഷൗട്ട്. ഇനി വരുന്ന 2 വാക്കുകളും കൂടി കേട്ടാൽ മനസ്സിലാവും എന്തുകൊണ്ടാണ് ടീച്ചർ കൺഫ്യൂഷൻ എന്ന് പറഞ്ഞത്. ഓക്കെ, ഷൗട്ട്, 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 ഷൗട്ടഡ്, shouted, shouting, shouts. V1 form base form shout, V2 form past form shouted, V3 form past participle form shouted, V4 form present participle form shouting, V5 form third person singular present form shouts. Shout, shouted, shouted, shouting, shouts. Shout, shouted, shouted,
shouting, shouts. V1 form base form shout. V2 form past form shouted. V3 form past participle form shouted. V4 form present participle form shouting. V5 form third person singular present form shouts. Shout, shouted, shouted, shouting, shouts. എന്ത് ചെയ്യാം? ഷൗട്ട് എന്ന വാക്കിൻ്റെ V1, V2, V3, V4, V5 ഫോംസ് ഇവിടെ കോമൻറ്റ് ചെയ്യാം. അടുത്ത വാക്കാണ് സ്ക്രീം. സ്ക്രീം, അലറുക, നിലവിളിക്കുക. ഓക്കെ, പലപ്പോഴും ഈ ഷൗട്ടും സ്ക്രീമും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഉപയോഗിക്കാറുണ്ട്. പക്ഷേ അത് തെറ്റാണ്. ഷൗട്ട് എന്ന് പറയുമ്പോൾ ടീച്ചർ പറഞ്ഞിരുന്നു, അവിടെ സംസാരമുണ്ട്, നമ്മുടെ ആശയം വ്യക്തമാക്കുന്നുണ്ട്, അവിടെ സ്പീക്ക് ചെയ്യുന്നുണ്ട്. സംഭാഷണമല്ല, സ്പീക്കാണ്. ഓക്കെ, സ്പീക്കാണ്, ടോക്കല്ല, സ്പീക്കാണ്. സ്പീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആശയം നമ്മൾ വ്യക്തമാക്കാൻ വേണ്ടി സംസാരിക്കുന്നതാണ്. ഷൗട്ടിങ്ങിൽ അത് സംഭവിക്കുന്നുണ്ട്, പക്ഷെ ഭയങ്കര ശബ്ദത്തിൽ എന്താണ്, ചുറ്റുമുള്ള എല്ലാ ശബ്ദത്തെയും നിശബ്ദമാക്കുന്ന രീതിയിൽ നമ്മുടെ ശബ്ദം അത്രമേൽ ഉയരുമ്പോൾ മറ്റു ശബ്ദങ്ങളൊക്കെ എന്താവുന്നു, ഓട്ടോമാറ്റിക്കായിട്ട് ഇല്ലാണ്ടാവുന്നു. നമ്മുടെ ശബ്ദമാണ് ഉച്ചത്തിൽ കേൾക്കുക. ഓക്കെ, അങ്ങനെ നമ്മൾ സംസാരിക്കുന്നതിനെയാണ് നമ്മൾ ഷൗട്ട് എന്ന് പറയുന്നത്. ഒരിക്കലും സ്ക്രീം സംസാരമല്ല. സ്ക്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദന, പേടി, ഭയം, അതുപോലെ തന്നെ എക്സൈറ്റ്മെൻറ്റ്, ഇതൊക്കെ കാരണം നമ്മൾ ഉച്ചത്തിൽ നിലവിളിക്കുന്നതിനെയാണ് ശരിക്കും സ്ക്രീം എന്ന് പറയുന്നത്. സ്ക്രീം എന്ന് പറയുന്നത് ഭയം, വേദന, എക്സൈറ്റ്മെൻറ്റ്, ഇതൊക്കെ കാരണം നമ്മൾ എന്ത് ചെയ്യുന്നു, നിലവിളിച്ചു പോവുകയാണ്, ഉച്ചത്തിൽ ശബ്ദമിട്ട് പോവുകയാണ്. അതാണ് സ്ക്രീം. ശരിക്കും പറഞ്ഞാൽ തീവ്രമായ നമ്മുടെ ഒരു എന്താണ് ഇമോഷൻസ്, തീവ്രമായ ഇമോഷൻസുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഈ കൂക്കി വിളിക്കുന്നത്. അതാണ് സ്ക്രീം. ഓക്കെ, സ്ക്രീം എന്ന് പറഞ്ഞാൽ അതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രീം ആൻഡ് ഷൗട്ട്, ഇത് രണ്ടിലും നോക്കുകയാണെങ്കിൽ ഷൗട്ട് എന്ന് പറയുന്നത് നമ്മൾ ചിന്തിച്ചുറപ്പിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷേ സ്ക്രീം എന്നുള്ളത് അറിയാതെ വരുന്നതാണ്, അല്ലേ? നമ്മൾ പെട്ടെന്ന് പേടിച്ച് കൂക്കുന്നത്, അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല. ഓക്കെ, അത് നമ്മളൊരിക്കലും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല. അതാണ് സ്ക്രീം. നേരെ മറിച്ച് ഷൗട്ട് എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഒരു ക്ലാസ്സിൽ നിറച്ചും കുട്ടികളുണ്ട്, അവരൊക്കെ ശബ്ദം ഇടുമ്പോൾ പെട്ടെന്ന് ടീച്ചർ വന്ന് ഉറക്കെ പറയുന്നില്ലേ, അതൊക്കെ ഷൗട്ടാണ്. അതെന്താണ്, ആ ശബ്ദത്തിന് മുകളിലായി ശബ്ദം ഇട്ട് അതിനെ അടക്കുവാണ്. ഓക്കെ, ആശയം മുന്നോട്ട് വെക്കുകയാണ്. പക്ഷെ സ്ക്രീം അതല്ല. സ്ക്രീം എന്ന് പറയുന്നത് നമ്മൾ പെട്ടെന്നുള്ള ഇമോഷൻസ് കാരണം നമ്മൾ പുറപ്പെടുവിക്കുന്ന നിലവിളിയാണ് ശരിക്കും സ്ക്രീം. ഓക്കെ, സ്ക്രീം, SCREAM. ഇനി ഒരിക്കലും ഷൗട്ടും സ്ക്രീമും തമ്മിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ പാടില്ല. ഓക്കെ, സ്ക്രീം, സ്ക്രീം ചെയ്യുക എപ്പോഴാണ്, ഭയം, വേദന, എക്സൈറ്റ്മെൻറ്റ്, ഇതിലൊക്കെയാണ് നമ്മൾ സ്ക്രീം ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പോൾ സ്ക്രീം എന്താണെന്ന് മനസ്സിലായി, ഷൗട്ട് എന്താണെന്ന് നേരത്തെ മനസ്സിലായി, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി. നിങ്ങളിനി ഇത് മിസ്റ്റേക്ക് ചെയ്യില്ല എന്ന് വിചാരിക്കുന്നു. സ്ക്രീം, SCREAM. അതിൻ്റെ V1, V2, V3, V5 ഫോംസ് ഒക്കെ നമുക്കിപ്പോൾ നോക്കാലോ. സ്ക്രീം, സ്ക്രീംഡ്, സ്ക്രീംഡ്, സ്ക്രീമിങ്, സ്ക്രീംസ്. ഇവിടെ ഡി എന്നുള്ള ശബ്ദത്തിൽ തന്നെയാണ് വരുന്നത്. ഓക്കെ, ട് അല്ല, ഡ തന്നെയാണ്. സ്ക്രീം, സ്ക്രീംഡ്, സ്ക്രീംഡ്, screaming, screams, screams, screams. Okay, scream, screamed, screamed, screaming, screams. V1 form base form scream, V2 form past form screamed, V3 form past participle form screamed, V4 form present participle form screaming, V5 form third person singular present form screams. എല്ലാവരും എന്ത് ചെയ്യുക? സ്ക്രീം എന്ന വാക്കിൻ്റെ V1, V2, V3, V4, V5 ഫോംസ് ഒക്കെ കോമൻറ്റ് ചെയ്യുക. V1 ഫോം ബേസ് ഫോം സ്ക്രീം, V2 ഫോം പാസ്റ്റ് ഫോം സ്ക്രീംഡ്, V3 form past participle form screamed, V4 form present participle form screaming, V5 form third person singular present form screams.
ഇനി അടുത്ത വാക്കാണ് ഹൗൾ. ഹൗൾ. ഷൗട്ട്, സ്ക്രീം, ഹൗൾ. ഈ ഹൗൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂകുക, ഉച്ചത്തിൽ ശബ്ദം ഇടുക എന്ന് തന്നെയാണ്. പക്ഷെ അതൊരിക്കലും സ്ക്രീമല്ല. ഓക്കെ, ഒരാൾ വേദനിച്ചാൽ ഇടുന്ന ഉച്ചത്തിലുള്ള നിലവിളി സ്ക്രീമാണ്. നേരെ മറിച്ച് ദേഷ്യത്തോടെ ഇടുന്നതിനെ നമ്മൾ ഹൗൾ എന്ന് പറയും. പക്ഷെ നോർമലി പറയുന്ന സമയത്ത് നമ്മൾ ഹൗൾ എന്ന് ഉപയോഗിക്കുന്നത് മൃഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ട്, അല്ലെങ്കിൽ കാറ്റിൻ്റെ ശബ്ദം, വളരെ ശക്തമായി കാറ്റടിക്കുമ്പോഴുണ്ടാകുന്ന ശബ്ദത്തെയൊക്കെ ഹൗൾ എന്ന് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, മൃഗങ്ങളുടെ, പ്രത്യേകിച്ച് ഈ നായ്ക്കൾ, ചെന്നായ്ക്കളൊക്കെ ഇടൂലേ ഊ എന്നുള്ള ശബ്ദം. ഓക്കെ, പിന്നെ ഊ, അതൊക്കെ നമ്മൾ രാത്രി കേൾക്കാറുണ്ട് അല്ലേ, കുറുക്കൻ ഓരിയിടുന്നത്. ഓക്കെ, ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ, ഈ ശബ്ദങ്ങളെയാണ് പൊതുവെ ഹൗളിംഗ് എന്ന് പറയുക. ഓക്കെ, ടീച്ചർ പട്ടിയായോ ചെന്നായോ ഒന്നും ചിന്തിക്കേണ്ട, ടീച്ചർ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതെന്നാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ മൃഗങ്ങളുടെ, പ്രത്യേകിച്ച് ഈ നായ്ക്കളുടെയും ചെന്നായ്ക്കളുടെയും ഒക്കെ ഒച്ചത്തിലുള്ള കൂവലിനെ നമ്മൾ ഹൗൾ എന്നാണ് പറയുക. അതുപോലെ തന്നെ കാറ്റിൻ്റെ ശബ്ദത്തെയും നമ്മൾ പറയും. ഇത് തുടർച്ചയായിട്ടാണ് ഉണ്ടാവുക, അല്ലാതെ ഊ എന്ന് പറഞ്ഞ് നിൽക്കില്ല. ഹൗൾ എന്ന് പറയുന്ന പ്രവൃത്തി ഇങ്ങനെ തുടർന്ന്, ഇങ്ങനെ ശബ്ദം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ടീച്ചറാക്കിയ മ്യൂസിക്കിൽ കേട്ടില്ലേ, അതുമാതിരി പുറത്തേക്ക് വരും, കുറച്ച് നേരം അതുണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ വളരെ ദേഷ്യത്തോടു കൂടി ഒരു ശബ്ദം പുറപ്പെടുവിക്കുകയാണ്. പ്രത്യേകം അർത്ഥം പറയുന്ന ഉച്ചാരണങ്ങൾ, അതായത് വാക്കുകളില്ലാത്ത ഒരു ശബ്ദം. ഉച്ചാരണങ്ങൾ എന്നല്ല, വാക്കുകൾ, നമ്മുടെ സംസാരമില്ലാതെ നമ്മൾ ദേഷ്യം പ്രകടമാക്കാൻ വേണ്ടി ഉച്ചത്തിലിടുന്ന ശബ്ദം, അതിനെയും ഹൗൾ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഹൗൾ എന്ന് പറയുന്നത് നോർമലി അത് മൃഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഓക്കെ, മനുഷ്യരുമായി ബന്ധപ്പെട്ടിട്ട് പറയാമെങ്കിലും അത് കോപം പുറത്ത് പ്രകടമാക്കാൻ വേണ്ടിയിട്ട് ഉച്ചത്തിലിടുന്ന ശബ്ദമാണ്. അതും ഞാൻ പറഞ്ഞു, ഷൗട്ട് എന്ന് പറയുന്നതിൽ സംസാരമുണ്ട്, നമ്മുടെ ആശയമുണ്ട്, നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യമുണ്ട്. പക്ഷെ ഹൗൾ ആൻഡ് സ്ക്രീം, ഇത് രണ്ടിലും അതില്ല, ശബ്ദങ്ങളാണത്. ഓക്കെ, സ്ക്രീം എന്നുള്ളത് വേദന, ഭയം, എക്സൈറ്റ്മെന്റിലൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ഉറക്കെയുള്ള നിലവിളി അല്ലെങ്കിൽ ഉച്ചത്തിലുള്ള ശബ്ദമാണ് ഈ സ്ക്രീം. നേരെ മറിച്ച് ഹൗൾ എന്ന് പറയുന്നത് അങ്ങനെയല്ല, മൃഗങ്ങളുടെ ശബ്ദവുമായി ബന്ധപ്പെട്ടിട്ടാണത് പൊതുവെ ഉപയോഗിക്കാറ്. കാറ്റിൻ്റെ ശബ്ദത്തെയും നമ്മൾ ഹൗൾ എന്ന് പറയും. പക്ഷേ ഒരു വ്യക്തി ദേഷ്യത്തോടു കൂടി ഉച്ചത്തിൽ ശബ്ദം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനെയും നമ്മൾ ഹൗൾ എന്ന് പറയാറുണ്ട്. കോപം, ദേഷ്യം. ഓക്കെ അല്ലേ? ഹൗൾ, ഹൗൾ, HOWL, ഹൗൾ, ഹൗൾ, ഹൗൾ. ഓക്കെ, HOWL, ഹൗൾ. ടീച്ചർ 2 ചിത്രം വെച്ചത് മൃഗങ്ങളുടേതാണ് കേട്ടോ. ഹൗൾ, ഓരിയിടുക, കൂക്കുക. ഇപ്പൊ പൊതുവെ പലർക്കും ഉണ്ടാവുന്ന കൺഫ്യൂഷനാണ്. അപ്പോൾ ഈ ആളുകളെ കളിയാക്കിക്കൊണ്ട് ചിരിക്കുക അല്ലെങ്കിൽ ആളുകളെ കളിയാക്കിക്കൊണ്ട് കൂവുക, അതെങ്ങനെയാണ്? അതിന് വേറെ തന്നെ വാക്കുകളാണ്. കളിയാക്കി പരിഹസിച്ചിരിക്കുന്നതിന് നമ്മൾ ജിയ എന്ന് പറയും, ജിയ. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ കൂവുന്നില്ലേ, നമ്മൾ മനഃപൂർവ്വം മനുഷ്യർ കൂവി വിളിക്കുന്നില്ലേ, അതിന് ഉപയോഗിക്കുക അല്യൂലേറ്റ് എന്ന് പറഞ്ഞ ഒരു വാക്കാണ്. ഓക്കെ, അത് വേറെ തന്നെയാണ്. ഓക്കെ, അല്യൂലേറ്റ്, അങ്ങനെയാണ് അല്യൂലേറ്റ്. സ്പെല്ലിങ് ULULATE. മറ്റേ ജിയ, അതും ഈ ഹൗളും തമ്മിൽ കൺഫ്യൂസ്ഡ് ആവരുത്. ഓക്കെ, യൂസേജിലുള്ള ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ഹൗൾ എന്ന് പറയുന്നത് മൃഗങ്ങളുടെയാണ്. നമ്മുടെ പട്ടികൾ, ചെന്നായ്ക്കൾ ഒക്കെ ഉണ്ടാക്കുന്ന ശബ്ദം. പിന്നെ കോപത്തിലിടുന്ന മനുഷ്യരുടെ കൂക്കിവിളിയെയും നമ്മൾ ഹൗൾ എന്ന് ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഈ കാറ്റിൻ്റെതും ഹൗൾ എന്ന് യൂസ് ചെയ്യാറുണ്ട്. അല്ലാതെ നമ്മൾ കൂവി വിളിക്കുന്നതും പരിഹസിച്ചിരിക്കുന്നതിനെയൊന്നും ഹൗളിങ്, സ്ക്രീമിങ് അല്ലെങ്കിൽ ഷൗട്ടിങ് എന്നൊന്നും പറയില്ല. ഷൗട്ട് എന്ന് പറഞ്ഞാൽ ഷൗട്ട് തന്നെ, ടീച്ചർ പറഞ്ഞ അർത്ഥം തന്നെയാണ് അതിന്. സ്ക്രീം വേറെയാണ്, ഹൗൾ വേറെയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വ്യത്യാസം മനസ്സിലായല്ലോ. ഷൗട്ട്, സ്ക്രീം, ഹൗൾ. ഓക്കെ, ഹൗൾ, HOWL, ഹൗൾ, ഓരിയിടുക, കൂക്കുക. ഓക്കെ, ഓക്കെ അല്ലേ? ഇനി ഹൗൾ എന്ന വാക്കിന്റെ V1, V2, V3, V4, V5. ഓക്കെ, howl, howled, howled, howling,
howls. Howl, howled, howled, howling, howls. ഇവിടെ എന്താണ് ED വരുന്നിട്ട് D എന്നുള്ള ഉച്ചാരണം തന്നെയാണ് വരുന്നത്. T അല്ല D തന്നെയാണ്. D. Howl, howled, howled, howling, howls. V1 form base form howl. V2 form past form howled. V3 form past participle form howled. V4 form present participle form howling. V5 form third person singular present form howls. Howl, howled, howled, howling, howls. Howl, howled, howled, howling, howls. എന്ത് ചെയ്യാം? ഈ howl എന്ന വാക്കിന്റെ V1, V2, V3, V4, V5 ഫോംസ് ഒക്കെ ഇവിടെ കോമന്റ് ചെയ്യാം. ഓക്കെ അല്ലേ മക്കളെ? V1 ഫോം ബേസ് ഫോം howl, V2 form past form howled, V3 form past participle form howled, V4 form present participle form howling, V5 form third person singular present form howls. Howl, howled, howled, howling, howls. ഓക്കെ മക്കളെ, ഇന്ന് നമ്മൾ പുതുതായി പഠിച്ച വാക്കുകളാണ് swallow, blink, wink, shout, scream, howl. അതിൻ്റെ ഇടയിൽ 1, 2, 3 വാക്കുകൾ പറഞ്ഞെങ്കിലും അത് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ടീച്ചർ ഇവിടെ എഴുതിയിട്ടില്ല. ഓക്കെ, swallow, blink, wink, shout, scream, howl. ഓക്കെ, swallow, swallowed, swallowed, swallowing, swallows. Blink, blinked, blinked, blinking, blinks. Wink, winked, winked, winking, winks. Shout, shouted, shouted, shouting, shouts. Scream, screamed, screamed, screaming, screams. Howl, howled, howled, howling, howls. ഓക്കെ അല്ലേ? എല്ലാത്തിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മുടെ 50ാമത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ 50 days ജേർണി അതിവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ ക്ലാസ്സസ് ഇഷ്ടപ്പെട്ടു, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വാക്കുകൾ പഠിപ്പിക്കുക എന്നുള്ള ഒരു ടൈറ്റിൽ വെച്ച് പല കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ലൈവ് ക്ലാസ്സസ് കുറച്ചെണ്ണം കൂടി ഞാൻ എടുക്കുന്നതാണ്. കാരണം നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ഒന്ന് ലെവൽ 1 പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് തരുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങളും കൂടി അറിയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടായിട്ട് കുറച്ച് ലൈവ് ക്ലാസ്സസ് കൂടി ടീച്ചർ കണ്ടക്ട് ചെയ്യും. പക്ഷെ നമ്മുടെ വീഡിയോ ക്ലാസ്സസ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ടീച്ചറോട് പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം, അല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കോമൻറ്റ് ചെയ്യാം. എന്തായാലും ഈ 50th ക്ലാസ് അവസാനിക്കുമ്പോൾ എനിക്കും ചെറിയൊരു സങ്കടമുണ്ട്. എന്തെന്ന് അറിയില്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ സങ്കടം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും എല്ലാവരും നന്നായി പഠിക്കണം. ടീച്ചർ പഠിപ്പിച്ച വാക്കുകൾ മുഴുവനായും ഉപയോഗിക്കണം. സെൻറ്റൻസസ് വായിക്കണം, ഇടയ്ക്കിടയ്ക്കെടുത്ത് വായിക്കണം. അതിനാണ് നിങ്ങളെ കൊണ്ട് ഞാനത് എഴുതിച്ചത് മക്കളെ. അത് എടുത്തെടുത്ത് വായിക്കണം, ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വായിക്കണം, മറന്നു പോകരുത്. ഓക്കെ, പഠിച്ച കാര്യങ്ങൾ മറക്കുക എന്ന് പറയുന്നത് വളരെ സങ്കടകരമായ കാര്യമാണ്. ഞാനായാലും നിങ്ങളായാലും ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടാണ് ഈ കാര്യം ഈ 50 ക്ലാസ്സസ് പൂർത്തീകരിച്ചതെന്ന് നിങ്ങൾ എപ്പോഴും ഓർക്കുക, മറക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതുവരെ പഠിച്ച എല്ലാ വാക്കുകളും ഒരു തവണ പറഞ്ഞ് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. എന്തായാലും എല്ലാവരും റെഡിയല്ലേ? 2 കൈകളും കാലുകളും ഒക്കെ ഒന്ന് അനക്കി ഉഷാറാവൂ. നമുക്ക് ഒന്ന് റിവൈസ് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് shiver, tremble, yawn, burp, hiccup, breathe, snow, cough, sneeze, spit, vomit, sweat, urinate, defecate, fart. ഈ ക്ലാസ്സിൽ പഠിച്ചതാണ് swallow, blink, wink, shout, scream, howl. ഓക്കെ, പിന്നെ നമ്മൾ മുൻപത്തെ പല ക്ലാസ്സുകളിലൂടെ പഠിച്ച വാക്കുകളും നമുക്കൊന്ന് നോക്കാം. ഞാൻ V1, V2, V3, V4, V5 ഒന്നും മൊത്തത്തിൽ പറയുന്നില്ല, പക്ഷെ എല്ലാ വാക്കുകളും ഒന്ന് ഓടിച്ചു പോവുകയാണ്.
lose, win, pay, leave, break, bite, answer, question, save, enter, borrow, catch, throw, receive, send, close, open, laugh, call, reach, think, build, hold, look, say, tell, talk, speak, mop, sweep, dust, tidy, clean, dry, cry, fry, try, pull, push, advise, spend, sell, rise, lend, lead, know, keep, listen, hear, give, freeze, find, fight, feel, fall, forgive, forget, do, dig, become, begin, buy, bring, teach, make, prepare, kick, hit, beat, comb, grow, watch, see, take, put, wear, draw, pray, sing, dance, sleep, stand, learn, write, cut, cook, tear, swim, fly, climb, come, go, walk, sit, play, wash, drink, read, brush, eat, jump, run. ഓക്കെ അല്ലേ മക്കളെ? അങ്ങനെ നമ്മുടെ 50th ക്ലാസ് ഇവിടെ തീരുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ, നിങ്ങളുടേതായ എന്തെങ്കിലും കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാനുണ്ടെങ്കിൽ, എന്തെങ്കിലും അറിയിക്കാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും റിക്വസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കണമെങ്കിൽ അയക്കാം. അതല്ല ഈ വീഡിയോയുടെ താഴെ എന്തെങ്കിലും കോമൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. എന്തായാലും മക്കളെ, എല്ലാവരും ഈ 50 ക്ലാസ്സസും വളരെ നല്ല രീതിയിൽ നിങ്ങളുടെ ഉപകാരത്തിലേക്കായി ഉപയോഗപ്പെടുത്തുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി ഞാൻ നിർത്തുകയാണ്. ഹാപ്പി ലേണിംഗ് മക്കളെ.